8 ദിവസത്തെ രാജ്യങ്ങളുടെ സന്ദർശനം 5 രാജ്യങ്ങൾ 8 ദിവസം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇതിൻ്റെ വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം നരേന്ദ്രമോദി സന്ദർശിച്ചത് നമീബിയ എന്ന് പറയുന്ന രാജ്യമാണ്. എന്താണ് ഈ നമീബിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത? നമീബിയ എന്ന് പറയുന്ന രാജ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ 27ാമത് പരമോന്നത ബഹുമതി ഒരു രാജ്യം ലഭിച്ചിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഖ്യാതിയും അദ്ദേഹം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമീബിയയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ആഫ്രിക്കയിലെ സൗദി അറേബ്യയാണ് നമീബിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ പണ്ട് കോൺഗ്രസിൻ്റെ കാലത്തൊക്കെ ആണെങ്കിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്? നമുക്ക് സൗദി അറേബ്യയ്ക്ക് മുമ്പിലും അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങൾക്ക് മുമ്പിലെല്ലാം തല കുമ്പിട്ട് നിൽക്കേണ്ട കാഴ്ചകളുണ്ട്. എന്തിനു പറയുന്നു? ഇറാഖിൻ്റെ മുമ്പിൽ പോലും നമുക്ക് ഇറാഖിൻ്റെയും ഇറാൻ്റെയും മുമ്പിൽ പോലും തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. കാരണം അവിടെ നിന്നൊക്കെ നമുക്ക് ഗ്യാസും ഓയിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 40 രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് എണ്ണ ഇറക്കുമതി നരേന്ദ്രമോദി നടത്തിയത്. ഒരു രാജ്യം തരില്ലെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഉടനെ അടുത്ത രാജ്യത്തിൻ്റെ എണ്ണ ഇറക്കുമതി അവിടെ നിന്നുമുള്ളത് കൂട്ടും. എന്തായാലും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചെറിയ രാജ്യങ്ങളെപ്പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ റഡാറിൽ ഇടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു രാജ്യം നമുക്ക് ആ ഒരു വിഭവം തന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായിട്ടും നമുക്ക് ടൈപ്പ് വേണം. എങ്കിലേ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നിങ്ങളുടെ ആ വിഭവം, അവർ തരാത്ത വിഭവം ഞങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ കഴിയും. ഇപ്പോഴിതാ നമീബിയ ആഫ്രിക്കയിലെ സൗദി അറേബ്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എണ്ണ, പ്രകൃതിവാതകം, യുറേനിയം, മറ്റ് വിലയേറിയ ധാതുക്കൾ എന്നിവയുടെ വൻ ശേഖരം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് ഈ നമീബിയ എന്ന് പറയുന്നത്. അവിടെ നിന്നും യുറേനിയം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു കരാർ നരേന്ദ്രമോദി അവിടെ നിന്നും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 27 വർഷത്തിന് ശേഷം ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത്. ആഫ്രിക്കയിലെ സൗദി അറേബ്യ എന്ന് വിളിക്കുന്ന നമീബിയയിലേക്കാണ് അത് പ്രധാനമന്ത്രി നടത്തിയത്. എണ്ണ, വാതക സ്രോതസ്സുകളുടെ പര്യവേക്ഷണത്തിനൊപ്പം യുറേനിയം കയറ്റുമതി സംബന്ധിച്ച വമ്പൻ കരാറിലും ഇന്ത്യ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. നമീബിയയിൽ നിന്ന് യുറേനിയം കയറ്റുമതി ചെയ്യുന്നതിനും എണ്ണ വാതക പര്യവേക്ഷണത്തിൽ സഹായിക്കുന്നതിനും ഇന്ത്യക്ക് വലിയ താല്പര്യമുണ്ടെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരവും ലാഭകരവുമായിരിക്കുന്ന ഒരു കരാറായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എണ്ണ, വാതകം, യുറേനിയം, ചെമ്പ്, സ്വർണം, വെള്ളി തുടങ്ങി വിലയേറിയ ധാതുക്കളുടെ വൻ ശേഖരമുള്ള നമീബിയയെ പല വിദഗ്ധരും ആഫ്രിക്കയിലെ സൗദി അറേബ്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 3 ദശലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് പ്രകൃതി വിഭവങ്ങൾ കാരണം ആഗോളതലത്തിൽ വലിയ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മൂല്യമുണ്ട് ഈ രാജ്യത്തിൽ എന്നുള്ളതാണ്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ചിലത് നമീബിയയിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അതിന് ഓഫ് ഷോർ കരുതൽ ശേഖരത്തിൽ 20 ബില്യൺ ബാരൽ എണ്ണ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച 10 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ നമീബിയ ഇടം നേടിയിട്ടുണ്ട്. സമീപകാല കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ആഫ്രിക്കൻ രാജ്യത്ത് ഇതിലും വലിയ എണ്ണ വാതക ശേഖരം ഉണ്ടാകാമെന്നുള്ളതാണ്. കൂടാതെ നമീബിയയിൽ വലിയ യുറേനിയം ശേഖരമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനൊരു രാജ്യവുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായിട്ടൊരു ടൈപ്പ് വയ്ക്കാൻ പോകുന്നത്. ആഫ്രിക്കയിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിലേക്ക് നരേന്ദ്രമോദി ടൂർ പോകുന്നു എന്ന് പറഞ്ഞ ടീമുകളൊക്കെ ഇത് കേൾക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.